ദൈവമക്കളെ, ഇന്ന് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു തിരുവചനം വായിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒത്തിരി കൃപ തരാൻ പോകുന്ന വചനമാണ്. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അച്ഛനുണ്ടായിട്ടുള്ള ചില ദൈവാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. കാരണം ചില വചനമുണ്ട്, ആ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ റൂട്ടിൽ നമ്മൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് വലിയ കൃപകളും വലിയ അനുഗ്രഹങ്ങളും വലിയ വിടുതലും നമുക്ക് ലഭിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനം. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ട് എങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഒരു അത്ഭുത സാക്ഷ്യം, സൗഖ്യസാക്ഷ്യം നമ്മൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സൗഖ്യസാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. 1 യോഹന്നാൻ 5:14 വചനം, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. സാക്ഷ്യം ഇതാണ്, ഒരു വലിയൊരു സാക്ഷ്യമാണ്. റിജു എന്ന് പറയുന്ന ഒരു മകൻ എനിക്ക് സാക്ഷ്യമാണ്. എൻ്റെ മകൻ ബെനഡിക്റ്റിന് ഈശോ നൽകിയ അത്ഭുത രോഗശാന്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ 6 വയസ്സുള്ള അവൻ നന്ന ചെറുപ്പത്തിൽ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ക്രമേണ അത് വർദ്ധിച്ചു വരികയും ചെയ്തു. നമുക്കറിയാം, ഇന്ന് ലോകം അനുഭവിക്കുന്ന, അനേക കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗം. ചികിത്സിച്ചോ മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ മറ്റ് ചില ട്രെയിനിങ്ങുകളിലൂടെയൊന്നും ഈ കുഞ്ഞുങ്ങളെയൊന്നും സൗഖ്യപ്പെടുത്താൻ സാധിക്കാതെ വേദനിക്കുന്ന 10,000-കണക്കിന് മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ടും ആ മേഖല വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അടങ്ങിയിരിക്കാനോ സാധിക്കാത്തവൻ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഓടി നടക്കുകയും വലിയ അസ്വസ്ഥതകൾ ക്ലാസ് മുറിയിലെല്ലാം ഇവരുണ്ടാക്കുമായിരുന്നു. ഇതുമൂലം ഞങ്ങൾ വളരെയധികം മാനസിക വിഷമം അനുഭവിച്ചിരുന്നു. ഈ അവസരത്തിൽ അങ്കമാലിയിൽ വെച്ച് അച്ഛൻ നടത്തിയ കൃപാഭിഷേക കൺവെൻഷനിൽ കുഞ്ഞിനെയും കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ആരാധനയിൽ അതുപോലെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അന്ന് ദൈവകരുണയ്ക്കായി വിശ്വാസത്തോടെ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദിവികാരൻ്റെ ആരാധനയുടെ മധ്യേ ഈശോ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഹൈപ്പർ ആക്ടിവിറ്റി രോഗമുള്ള ഒരു മകനെ ഈശോ തൊട്ടു സുഖപ്പെടുത്തുന്നുവെന്ന് അച്ഛൻ സന്ദേശമായി വിളിച്ചു പറഞ്ഞത് കേട്ടു. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. അത് ഞങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ ഓർത്ത് സന്തോഷിച്ചുവെന്ന് അവർ സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. അവർ പറയുകയാണ്, അന്ന് മുതൽ ഞങ്ങളുടെ കുഞ്ഞിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഇപ്പോൾ നോർമലായി, കംപ്ലീറ്റ് നോർമലായി. എഴുതി വച്ചിരിക്കുകയാണ്. ഒരു അധ്യാപകർ പറഞ്ഞു, എന്ത് ചെയ്താണ് ഇവനെ നിങ്ങൾ ഇത്ര മിടുക്കനാക്കിയത്? അവർ പറയുന്നു, ആ ആരാധനയുടെ സമയത്ത്, ആ സൗഖ്യ ശുശ്രൂഷ നടന്ന സമയത്താണ് ഈ അത്ഭുത ശക്തി അവനിലേക്ക് കൊടുക്കപ്പെട്ടു. അന്ന് മുതൽ അവർ പറഞ്ഞിട്ടുണ്ട്, അന്ന് മുതൽ ഈ കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു, 100% നോർമലായി. ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് പങ്കുവെച്ചത് നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും. അതായത് ഈ കൃപ എന്നത് ദൈവം തരുന്ന ദാനമാണ്. മാനുഷിക കഴിവുകൾ അത് തീർന്നു പോകുന്നതാണ്. അത് രോഗം വന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യം പോകും, എന്തെങ്കിലും വന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു. അതുള്ള മാനുഷിക കഴിവുകൾ. സൂപ്പർനാച്ചുറൽ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ, അത് പലതരം കൃപകളാണ്. അത് അത്ഭുത സൗഖ്യമാകാം, അത് ആത്മീയ അഭിഷേകങ്ങളാകാം, ദൈവാനുഭവങ്ങളാകാം, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതാണ് ഈ കുഞ്ഞിലേക്കും വർഷിക്കപ്പെട്ടത്. അതായത് മരുന്നിനോ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ ആർക്കും പറ്റിയാത്ത കാര്യമാണിത്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ ഒരു ശക്തി അത് ഒഴുകപ്പെടുകയാണ്. അതിന് കാരണമുണ്ട്. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തീക്ഷ്ണതയോടെ ആ ദൈവം എന്നൊരാളുണ്ട്, ഈശോ
ഈശോമിശിഹാ ഏക രക്ഷകനാണ്, ഈശോമിശിഹാ കർത്താവാണ്, ഈശോമിശിഹാ ദൈവമാണ്, അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ്റെ വചനമെല്ലാം സത്യമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നത്. ദിവികാരനെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അത് വെറും ഒരു ഗോതമ്പപ്പം അല്ല, അതിൻ്റെ ഉള്ളിൽ ഉത്ഥിതനായ ഈശോ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെയ്ത്ത് നിൽക്കുക. ഈ ഫെയ്ത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കൃപ ഒഴുകപ്പെടുന്നത്, അല്ലെങ്കിൽ കൃപ ഒഴുകപ്പെടില്ല. എൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് 10,000 ദൈവ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴെല്ലാം നമ്മൾ ആ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നു അപ്പോൾ ആ കൃപ കിട്ടുന്നത്. ഒരിക്കൽ ഞാൻ ലോകത്തെയായിരുന്നു വിശ്വസിച്ചത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും പഠനങ്ങളും ബുദ്ധിയും ഒക്കെയാണ് ശരിയെന്ന് കരുതുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലായി അത് ശരിയാണ്, പക്ഷേ അതിന് മുകളിലൊരു ശരിയുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വരുന്നൊരു ശരിയുണ്ട്. അവൻ നൽകുന്നൊരു കൃപ, അത് നമ്മളെ വലുതാക്കി മാറ്റും. അതാണ് 1 കൊരിന്ത്യർ 15:10 പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ ആ ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല അധ്വാനിച്ച്, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ച്. ഈ കൃപയുടെ പ്രവർത്തനം അത് മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് കിട്ടുന്നതല്ല, ദൈവം സൗജന്യമായി കൊടുക്കുന്ന അനുഗ്രഹം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിക്കുവാനായിട്ട് നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഒഴുകപ്പെടാൻ പോവുക. അവിടെ തീക്ഷ്ണമായിട്ട് നമുക്ക് അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇത് വചനം നമ്മൾ തുടങ്ങിയത് വലിയൊരു വചനമാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 20 മുതലുള്ള വചനം. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്ത് കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. മുമ്പ് നമ്മൾ ഒരിക്കൽ വചനം കേട്ടതാണ്. അതായത് ഈശോയ്ക്ക് വിശന്നപ്പോൾ ഈശോ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നല്ല ഇടപെടർപ്പുള്ള അത്തിമരം, പക്ഷേ അതിൽ ഫലം കാണാഞ്ഞപ്പോൾ ഈശോ ശപിച്ചെന്ന് പറയുന്നത് ആ നിമിഷം അത് ഉണങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ ഫലം അത് ആത്മാവ് വളരാതെ ബാഹ്യമായ വളർച്ച മാത്രമേ ഉള്ളൂ. ബാഹ്യമായ വളർച്ച, ഭൗതിക വളർച്ച ഇന്ന് ലോകത്ത് മുഴുവൻ കാണുന്നത്. മനുഷ്യനെ ആത്മാവ് ശുഷ്കിച്ചു പോയിട്ട് എന്നിട്ട് ബാഹ്യമായ ഭയങ്കര വളർച്ച, ഭയങ്കര പേര്, ഭയങ്കര പെരുമയും പ്രശസ്തിയാണ്. ആളിനെ കുറിച്ചെല്ലാം വലിയ പേരും പെരുമയും പ്രശസ്തിയാണ്. വലിയ ബിസിനസ്സുകാരന്, വലിയ കോടീശ്വരന്, വലിയ തറവാടുത്ത. പക്ഷെ ആ ബാഹ്യമായിട്ടുള്ളൂ. അവിടെ കയറി ചെന്ന് 5 മിനിറ്റ് സംസാരിക്കാൻ പറയാം. ആ വീട്ടിലുള്ളവരുടെ നാവിൽ വരുന്ന വാക്കുകളിൽ ആത്മാവില്ല, അഭിഷേകം ഈശോയില്ല, ഈശോയ്ക്ക് സ്ഥാനമില്ല. ഈശോ ഇല്ലാത്ത ഒരുപാട് മക്കൾ, ഒരുപാട് അത്തിവൃക്ഷങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം മേൽ ദൈവത്തിൻ്റെ ഒരു ശാപം കിട്ടുന്ന അനുഭവം വരും. ദൈവത്തിൻ്റെ ഒരു അതുപോലെ അത് ഉണങ്ങിപ്പോകുന്ന അനുഭവം, തകർന്നു പോകുന്ന അനുഭവം. അപ്പോൾ ഒരു കാപട്യമാണ്. ഒരു കാപട്യം അവിടെയുണ്ട്, കാപട്യം കൂടി. പുറമേ എല്ലാം ഉണ്ട്, ഉള്ളിലൊന്നുമില്ല. അത് കാപട്യം നിറഞ്ഞ മനസ്സുകളാണ്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ ശുഷ്കിച്ചു പോകും, പൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സമൂലം ഉണങ്ങിപ്പോയി. ഈ അത്തിമരം എന്നുള്ളത് പഴയ വചനത്തിൻ്റെ കാഴ്ചപ്പാടുന്നത് അത് യഹൂദ കുടുംബങ്ങളെ വെച്ചുകൊണ്ടാണ്, യഹൂദ വംശത്തെ വെച്ചുകൊണ്ടാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ശരിക്കും ക്രിസ്തുവിനെ സ്വീകരിക്കാഞ്ഞുകൊണ്ട്, യേശുവിനെ സ്വീകരിക്കാഞ്ഞുകൊണ്ട് അവർ ബാഹ്യമായിട്ടുണ്ട്, പക്ഷേ ഇല്ലാതായി പോവുക, സമൂലം ഉണങ്ങിപ്പോയി, കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, യേശുവിനെ സ്വീകരിക്കാത്ത ജീവിതങ്ങളെല്ലാം കരിഞ്ഞു പോകും, ഉറപ്പാണത്. ലോകത്ത് കാണാൻ പറ്റും ഒരുപാട് ജീവിതങ്ങൾ, യേശുവെ സ്വീകരിക്കാത്ത ജീവിതങ്ങൾ. അത് യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. 1 കൊരിന്ത്യർ 2:2 വചനമുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുത്തത് ഈശോയ്ക്ക് മാത്രം. ഈശോയെ ഞാൻ സ്നേഹിച്ചു, ഈശോയ്ക്ക് ജീവിതം മുഴുവൻ കൊടുക്കുകയാണ്. യോഹന്നാൻ പറയുന്നത് ഈശോ സ്വീകരിക്കുന്ന മക്കൾ, ഈശോ വിശ്വസിക്കുന്ന മക്കൾ, അവർ നിലനിൽക്കും. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകില്ല, അവർ നശിച്ചു പോകത്തില്ല. അവർ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയുമില്ല. മർക്കോസ് സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വചനമുണ്ട്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ അവിടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ ഈശോയുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മൾ കരിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. ഇന്നൊരുപാട് ജീവിതങ്ങൾ കരിഞ്ഞു പോവുക. കാരണം ഇന്ന് പലപ്പോഴും ദൈവമക്കളുടെ ശ്രദ്ധയുണ്ടല്ലോ, അത് ആത്മീയമല്ല, ഭൗതികമാണ് ലക്ഷ്യം, ലോകസുഖമാണ് ലക്ഷ്യം. അവിടെ ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾ അല്ലെങ്കിൽ അനേകം മക്കൾ, അത് ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തി, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും ശരി, ദൈവം എന്നുള്ള സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകുന്ന ജീവിതങ്ങളെല്ലാം ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. അതുകൊണ്ടാണ് റോമലേഖനം 2:28-29 വചനമുണ്ട്, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം, ആന്തരികമായ യഹൂദനായിരിക്കുന്നവന് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ.
അപ്പോൾ ശരിക്കും ആ ക്രിസ്തുവുമായിട്ട് ഹൃദയം കൊണ്ടുള്ള ആത്മീയമായിട്ടുള്ള ആ ബന്ധമില്ലാത്ത ഒരുപാട് മക്കളുണ്ട്. ആ ബന്ധമുള്ളവർക്ക് നിലനിൽപ്പ്, അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ തകർച്ച. അതുകൊണ്ട് ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അവൻ തകരുകയോ ഇല്ലയോ നോക്കേണ്ടത്. അവർക്ക് പണം കണ്ടിട്ട് പറയരുത്, ഓ ഇവന് പണമുണ്ട് രക്ഷപ്പെട്ടു, അവർക്ക് ജോലിയുണ്ട് രക്ഷപ്പെട്ടു, അവന് ആരോഗ്യമുണ്ട് രക്ഷപ്പെട്ടു, അവന് ഇഷ്ടംപോലെ കൃഷിഭൂമിയുണ്ട് രക്ഷപ്പെട്ടു, നല്ല പേരുകെട്ടൊരു ബിസിനസ്സുണ്ട് രക്ഷപ്പെട്ടു. ഒരിക്കലും പറയരുത് അവന് മക്കളുണ്ട് രക്ഷപ്പെട്ടു, വിദ്യാഭ്യാസമുണ്ട് രക്ഷപ്പെട്ടു. ഒന്ന് പറയരുത്. അവന് ദൈവമുണ്ടെങ്കിൽ, ദൈവവിശ്വാസമുണ്ടെങ്കിൽ, ഈശോയുമായിട്ട് യേശു ക്രിസ്തുവുമായിട്ട് ഗാഠമേറിയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവൻ നിലനിൽക്കുകയുള്ളൂ. ഇസ്രായേൽ ജനം വലിയൊരു സംഭവമായിരുന്നു. ഇസ്രായേൽ ജനം ഒരു വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ അത് സമൂലം അവർ പറയുന്നത് അത്തിമരത്തെക്കുറിച്ച് അവർ വേരോടെ കരിഞ്ഞുപോയി, മൊത്തം കരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. നമ്മുടെ കേരള മണ്ണിലൊക്കെ എന്ത് കാണാൻ പറ്റും? പഴയ വലിയ തറവാടുകളൊക്കെ ഇത് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പനും മക്കളും തമ്മിൽ ഗുസ്തി, മോള് വേറൊത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി, വിശ്വാസം വിട്ടുപോകുന്നു, മതം വിട്ടുപോകുന്നു, ഒക്കെ വിട്ടുപോകുന്നു, അപ്പം പോകുന്നു. ഇത് പോകുമ്പോഴത്തേക്കും എല്ലാവരും കിടന്ന് നിലവിളിയും കരച്ചും കുവിച്ച. കാരണം എന്താ? ശരിക്കും പ്രശ്നം എന്താ? എല്ലാം ഉണ്ട്. കുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ട്, മിടുക്കനാണല്ല, മിടുക്കിയാണ്, നല്ല ഉണ്ട്. പക്ഷേ ഉള്ളിൽ ഈശോ ഇല്ല, ആത്മാവില്ല. അങ്ങനെയുള്ളതെല്ലാം കരിഞ്ഞു പോകും. എന്തേറെ വളർന്നുയർന്നാലും അത് കരിഞ്ഞു പോകുക തന്നെ ചെയ്യും. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശാപം വന്ന് വീഴുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത്. അതിനപ്പുറത്തേക്ക് ആത്മീയ വളർച്ച, ദൈവത്തിലേക്ക് വളർച്ച. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ എപ്പം വേണം, എവിടെ വെച്ച് വേണം അവസാനിക്കാവുന്നതാണ് എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. സങ്കീർത്തനം 90:1-11 വരെയുള്ള വചനം ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കും, ധ്യാനിക്കും. നല്ലതാണ്. മനുഷ്യൻ്റെ ജീവിതം പുൽക്കൊടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും അത് പുഷ്പിക്കും, അത് കൊഴിഞ്ഞു പോകും, അത് വാടിപ്പോവും, എല്ലാം സംഭവിക്കും. അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് തീർന്നു പോകും. അതേ ഉള്ളൂ മനുഷ്യൻ്റെ മഹിമകൾ, മനുഷ്യൻ്റെ ഭൗതിക നന്മകളൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനൊന്നാം സ്ഥാനം കൊടുക്കരുത്. പണം, സുഖം, മദ്യം, ലോകസുഖങ്ങൾ, ഇവയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് തകർച്ചകളും ഒരുപാട് അനർത്ഥങ്ങളും വിളിച്ചു വരുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം, വലിയൊരു പശ്ചാത്താപം, വലിയൊരു അനുതാപത്തിൻ്റെ കണ്ണുനീര് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്ന് മനമുരുകി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോയുമായിട്ട് ആഴത്തിൽ ചേരുക, വചനം വായിക്കുക, വചനം പഠിക്കുക, പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകണം, കുർബാനിലൊക്കെ പങ്കെടുക്കണം, ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം. ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും പരദൂഷണവും കുറ്റം പറച്ചിലൊക്കെ വെച്ചുകൊണ്ടിരിക്കരുത്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനം പറയുന്ന പോലെ ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കാൻ പോകണ്ട. വിധിക്കുന്നവൻ അവൻ ചെയ്യുന്ന അവൻ ആരെ വിധിക്കുന്നു അതിനെ തന്നെ അവനും വിധിക്കപ്പെടുമെന്ന് പറഞ്ഞു. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കുകൾക്കും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വചനം പഠിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ അത് നോക്കണം. നമ്മുടെ ജീവിതം ആത്മീയമായ വളർച്ച, ദൈവത്തിലേക്കുള്ള വളർച്ച ഉണ്ടാകട്ടെ. അത് ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വചനമുണ്ട്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അത് ഞാൻ തന്നെ അറിയുന്നു. പൗലോസ് പറയാം, എനിക്ക് തന്നെ അത് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി അഹോരാത്രം ഞാൻ പരിശ്രമിക്കുകയാണെന്ന് പറയുക. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് തൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. ഈ വചനം ഒന്നും കൂടെ നമുക്ക് കേൾക്കാം. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. തമ്പുരാൻ തൊട്ടാൽ അനുഗ്രഹമല്ലേ വരേണ്ടത്? തമ്പുരാൻ ചെന്ന സ്ഥലമല്ലേ ഈ അത്തിമരത്തിന് ചോട്ട് കർത്താവ് ചെന്ന്? അത് വളർന്നു നിൽക്കേണ്ടതല്ലേ? പക്ഷെ എന്താ, ദൈവം ചെന്നുകൊണ്ട് കരിഞ്ഞു പോകുന്നൊന്നുണ്ടാ? കാരണം ദൈവം നോക്കുന്നത് ഉള്ളാണ്, ഹൃദയമാണ്. ആത്മീയ വളർച്ച, ഉൾക്കാപട്യം, വഴിവിട്ട ജീവിതം, അഹംഭാവം, അഹങ്കാരം, ജഡികാസക്തി, വെറുപ്പ്, അശുദ്ധി, മ്ലേച്ഛത, അതെല്ലാം കൊണ്ട് നിറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാത്ത, ആത്മാവ് വളരാത്താണ്. അതുകൊണ്ട് അത് നശിച്ചു പോകുന്നതിന് ദൈവം അപ്പോൾ ധ്യാനത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ചില ആളുകൾ രക്ഷപ്പെടാറില്ല. കാരണം വെച്ചാൽ അവനെ അത് വചനം കേട്ട് അത് സ്വീകരിച്ച് വചനാധിഷ്ഠിതം നമ്മുടെ ജീവിതത്തെ നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം നമ്മളെ നോക്കി പറയണമെങ്കിൽ, അത് അപ്പോൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ദൈവം വരുമ്പോൾ തമ്പുരാൻ വിശപ്പോടുകൂടി നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ, അവിടെ വരുമ്പോൾ നമ്മളിൽ ഒന്നുമില്ല, നമ്മളിലുള്ള മുഴുവൻ മ്ലേച്ഛത, മാലിന്യമാണ്, നമ്മുടെ ആത്മാവ് നശിച്ച അവസ്ഥയിലാണെങ്കിൽ പിന്നെ അത് നിൽക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ദൈവം മാറ്റിവിടുന്നത് കാണാൻ പറ്റും. വീണ്ടും വചനത്തിലേക്ക് വരിക. യേശു പ്രതിഭവിച്ചു, ദൈവത്തിൽ വിശ്വസിക്കാം. അത് വേറൊരു വചനമാണ്, ശരിക്കും വേറൊരു സംഭവമാണ് അടുത്തത് നമ്മൾ ധ്യാനിക്കുക.
സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. പ്രിയപ്പെട്ട മക്കളെ, ഇത് വലിയ അർത്ഥം, ഒരുപാട് അർത്ഥം. നമ്മൾ പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ള, അതായത് സംശയമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, അതായത് ദൈവം പ്രവർത്തിക്കും. അത് സംശയമില്ലാതെ ഉള്ള പ്രാർത്ഥന, സംശയമില്ലാതെ നമ്മൾ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ മലയോട് മാറി കടലിൽ പോയി ചെന്ന് പോയി വീഴുക എന്ന് പറഞ്ഞ് അതേപടി വീഴുമെന്ന് പറയാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ഇവിടെ പറയുന്ന വചനം ഇതാണ്, അതായത് എത്ര വലിയവനായാലും ശരി അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ തകർന്നു പോകുക തന്നെ ചെയ്യും. ഇവിടെ രണ്ടു തരം അർത്ഥങ്ങളാണ്. ഇത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. രണ്ടാമത് പറയുന്നത്, വിശ്വാസത്തോട് നമ്മൾ കൽപ്പിക്കുമ്പോൾ മല മാറിപ്പോകുന്നു. ശരിക്കും യേശുവുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റാൻ പറ്റുള്ളൂ. എൻ്റെ ആത്മീയ ശുശ്രൂഷ ജീവിതം ഞാൻ കണ്ടുണ്ട്. ചില മക്കൾ പൈശാചിക ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ ഒക്കെ ആവും. അപ്പോൾ ഈ ചില മേഖല അവൻ്റെ വിവാഹ ജീവിതത്തെ തടസ്സപ്പെടും. വർഷങ്ങൾ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി തടസ്സം വരുന്നു, അല്ല ആത്മീയ തടസ്സം, ഒരു തിന്മയുടെ ബന്ധനമുണ്ട്, ഒരു മലയുണ്ട്. അപ്പോൾ ഈ മല മാറ്റണം. ആ മല മാറ്റണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇതങ്ങ് മാറാൻ പറയുമ്പോൾ അത് മാറും. പക്ഷേ ഇത് മാറണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ആരുടെ നാമമാണ് ഉച്ചരിക്കുന്നത്? അത് ഈശോയുടെ നാമം. ആ ഈശോയുമായിട്ട് എനിക്ക് ആത്മബന്ധം ഉണ്ടാകണം. ഈശോയുമായിട്ട് ആത്മബന്ധം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം, ഒറ്റക്കെട്ടായിക്കണം. അങ്ങനെ ഈശോയുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ ആ നാമം വെച്ചുകൊണ്ട് ഞാനൊരു തടസ്സം മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആത്മീയ തടസ്സമാകട്ടെ, ഭൗതിക തടസ്സമാകട്ടെ, അത് മാറാൻ പറയുമ്പോൾ അത് ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകും. ഞാൻ ആയിരക്കണക്കിന് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈശോയുമായിട്ട് ബന്ധമില്ലാത്തവൻ പറഞ്ഞ് സംഭവിക്കില്ല. അതാണ് നമ്മുടെ ക്രൈസ്തവർക്ക് പലർക്കും സംഭവിച്ച്. ഈശോയുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനയിൽ ഫലം കാണുന്നില്ല, അനുഗ്രഹം കാണുന്നില്ല, വിശുദ്ധിയില്ല, ഈശോയുമായിട്ടുള്ള ഐക്യമില്ല, സ്നേഹമില്ല, കൂട്ടായ്മയില്ല. ഓരോ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തലയിൽ നിറച്ച് വെച്ചിരിക്കുക. ഒരു സ്നേഹബന്ധമില്ല. ഈ സ്നേഹബന്ധം, വിശ്വാസബന്ധം, യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം, ഈ ഒരു വിശ്വാസം ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾ കൽപ്പിക്കുമ്പോൾ അത് മാറും, തടസ്സം മാറും. അത് എത്ര വലിയ തടസ്സം മാറി അത് എവിടെ പോയി വീഴണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി വീഴും. പൈശാചിക ശക്തികളെ ചിലപ്പോഴൊക്കെ സഭ ബന്ധിക്കുന്ന പോലെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നീ മകളെ വിട്ടുപോകുക, നീ പോയിട്ട് നിത്യനരകാഗ്നിയിലേക്ക് പോയി വീഴുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. പക്ഷേ സംഭവിക്കണമെങ്കിൽ ഞാൻ ഈശോയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം, വ്യക്തിബന്ധം, സ്നേഹബന്ധം, ഐക്യം അത് സ്ട്രോങ് ആയിരിക്കണം. എത്രമാത്രം ഡെപ്താണോ അതിലാണ് ഇരിക്കുന്നത്. ഇന്ന് പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. ആ വിശ്വാസമില്ല, ഈ ഒരു ഈശോയുമായിട്ടുള്ള ആ ഹൃദയ ബന്ധമില്ല. അത് പൗലോസേ പറഞ്ഞ പോലെ, ഇനിവ ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, 2 കൊരിന്ത്യർ 13:5-6-7 വചനം പറയുന്നത് പോലെ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഫെയ്ത്ത് കുറയരുത്. ഫെയ്ത്ത് കുറഞ്ഞാൽ അത്തിമരം കരിഞ്ഞു പോകുന്ന പോലെ നമ്മൾ കരിഞ്ഞു പോകും. നമ്മുടെ ആത്മീയ ജീവിതം മുഴുവൻ നശിച്ചു പോകും. അവിടുന്ന് ഭൗതികമായ ചില വളർന്നു നിൽക്കുന്ന മക്കളൊക്കെ ചിലപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ സംസാരിച്ച് 5 മിനിറ്റ് സംസാരിക്കും വരെ അവൻ്റെ ആത്മാവ് വളർന്നിട്ടുണ്ടോ എന്നില്ലെന്ന് നമുക്കറിയാം. അവൻ്റെ വാക്കുകളും അവൻ്റെ സംസാരങ്ങളും അവൻ്റെ ശൈലികളും അവൻ്റെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ അറിയാം അവൻ്റെ ഭൗതികമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ. ഇൻറ്റേർണലി അവൻ്റെ ആത്മാവ് വളർന്നിട്ടില്ല. അവൻ ആത്മീയമായിട്ട് അവൻ തീർത്തും നശിച്ചു പോയെന്ന് അറിയാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ മുഴുവൻ മാറ്റാൻ പറ്റും. അത് അസാധ്യമായിട്ടൊന്നുമില്ല. അതിന് പിന്നിൽ ഒറ്റക്കാലം ഈശോയുമായിട്ട് ആത്മബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. ഈശോയുമായിട്ട് നല്ല സ്നേഹമായിരിക്കണം. ഹൃദയം ആത്മാവിനോട് ഐക്യപ്പെട്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യം ഉണ്ടാകുക. ഇന്നത്തെ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ കരം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ പോവുക. ഇന്ന് ആരെല്ലാം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നോ ആ കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപയും അനുഗ്രഹവും ഒഴുക്കും, തീർച്ചയായിട്ടും ഒഴുക്കും. പക്ഷെ ഒരു കാര്യം മാത്രം, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈശോ അടുക്കിലേക്ക് വരും. നിങ്ങളുടെ അടുത്തേക്ക് ഈശോ വരുന്നുണ്ട്. ഇന്ന് ഈ സുവിശേഷ വചനം കേൾക്കുമ്പോൾ ഓർത്തണം, എൻ്റെ നിങ്ങളുടെ അടുക്കൽ ഈശോ വരുന്നുണ്ട്. ഈശോ നോക്കുന്നത് വെറും ബാഹ്യമായ ഒരു വളർച്ച മാത്രമേ ഉള്ളൂ, അതോ ആത്മീയ വളർച്ചയുണ്ടോ നോക്കുന്നുണ്ട്. ബാഹ്യമായി പലരും വളർന്നു നിൽക്കുമ്പോൾ ഉള്ളിൽ ആത്മാവ് വളർന്നിട്ടില്ല. ശരിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിയറി അനുസരിച്ചാണെങ്കിൽ ഭൗതികമായിട്ട് ഒത്തിരി വളരുന്നവരുടെ ആത്മാവ് ശുഷ്കിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആത്മീയ വളർച്ച, ദൈവത്തിലേക്കുള്ള വളർച്ച, ക്രിസ്തുവിലേക്കുള്ള വളർച്ച,
വിശുദ്ധിയിലേക്കുള്ള വളർച്ച നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ആഗ്രഹിച്ച് ആ ഒരു ഫെയ്ത്ത് കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. നിങ്ങളുടെ മേലുള്ള തടസ്സങ്ങളും കെട്ടുകളും അസ്വസ്ഥകളും ഇന്നത്തെ ഈ അഭിഷേക ആരാധനയുടെ സമയത്ത്, കൃപയുടെ ശുശ്രൂഷ സമയത്ത്, ഇത് കൃപയുടെ സമയമാണ്, ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം, അതെന്നാനന്ദമതിമധുരം. അഭിഷേകം വ്യാപരിക്കട്ടെ. ബലഹീനതയിൽ തികയും അഭിഷേകം. ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കർത്താവേ, ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് അങ്ങയുടെ കരകൾ തരുന്നു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരും കഥകളും എല്ലാം സമർപ്പിക്കുന്നു. കഷ്ടപ്പാടുകൾ സമർപ്പിക്കുന്നു. പ്രതിസന്ധികൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാനാവില്ല. ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ തന്നെ വിട്ടുതരുന്ന ദൈവമേ, ഞങ്ങളുടെ കരം നീട്ടണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചാൽ ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരണമേ. ചങ്ക് തകർന്നാണ് ഞങ്ങൾ പലരും പ്രാർത്ഥിക്കുന്ന ദൈവമേ. എല്ലാ വാതിലും അടഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ ശക്തിയില്ല, കഴിവ് നഷ്ടപ്പെട്ടു, ബലഹീനതകൾ ഞങ്ങളെ വേട്ടയാടുന്നു, സാത്താന്റെ ശക്തികൾ ഞങ്ങളെ പിടികൂടുന്നു, രോഗങ്ങൾ ഞങ്ങളെ ബന്ധിക്കുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നുമില്ലാത്തവരായിട്ട് തരുന്നു. ഇപ്പോഴും ദാരിദ്ര്യവും വേദനയും ദുരിതവും ദുരന്തം കൊണ്ടും ഞങ്ങൾ നിറയുന്നതാണ്. കൈകൾ നീട്ടണേ കർത്താവേ, അനുഗ്രഹത്തിന്റെ കരം നീട്ട. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കെട്ടഴിയട്ടെ, ബന്ധനഴിയട്ടെ. ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണം. അപ്പൊ പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ യേശുവോട് നാമത്തിൽ പ്രവർത്തിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ഭക്ഷിക്കണമേ. കർത്താവിന്റെ കരം നീട്ടണമേ. പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. സൗഖ്യത്തിന് മേൽ സൗഖ്യം സംഭവിക്കട്ടെ. ബന്ധനം അഴിഞ്ഞു പോകട്ടെ. സാത്താന്റെ കൂടാരങ്ങൾ തകരട്ടെ. മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധനങ്ങൾ ഉള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ നൽകുന്നു. ബന്ധനം അഴിഞ്ഞു പോകട്ടെ. യേശു വിശ്വസിക്കുക. നിന്റെ കുടുംബം രക്ഷപ്പെടും. അശുദ്ധി മുഴുവൻ വിട്ടുപോട്ടെ. പാപം മുഴുവൻ വിട്ടുപോട്ടെ. കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം, അതെന്നാനന്ദമതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. എല്ലാ മക്കളുടെ മേലും കൃപയതിമനോഹരം. അഭിഷേകം വ്യാപരിക്കട്ടെ. കൃപ കൃപ അതിമധുരം. അനുഗ്രഹം വ്യാപരിക്കട്ടെ. കൃപയിൽ ഞാൻ ആനന്ദിക്കും ദൈവമേ. കൃപയിൽ ഞാൻ ആശ്രയിക്കും. കൃപയിൽ ഞാൻ ആനന്ദിക്കും ദൈവമേ. കൃപയിൽ ഞാൻ ആശ്രയിക്കും. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു. നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, കോടാനുകോടി നന്ദിയും ആരാധന സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന.